ഹായ് കേഡറ്റ്സ് and വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേഡറ്റ്സ് 2026 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫോം ഫില്ലിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായത് 2026 ജൂലൈ 6-നാണ്. ലാസ്റ്റ് ഡേറ്റ് 26 ജൂലൈ ആണ്. കുട്ടികളെ, നിങ്ങളും +2 പാസ്സായ ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്കും എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 26 ജൂലൈക്ക് മുന്നേ തന്നെ ഫോം ഫില്ല് ചെയ്തിരിക്കണം. ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സൈറ്റ് നല്ല രീതിയിൽ ജാമായിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്തിരിക്കണം. കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എയർഫോഴ്സ് Y ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ്. സ്റ്റേജ് 1 ക്രോസ് ചെയ്യണമെങ്കിൽ എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം, PSL ലിസ്റ്റിന് വരാനായിട്ട് എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം, ഏതൊക്കെ സ്റ്റെപ്പുകൾ കൂടി ഈസിയായിട്ട് നിങ്ങൾക്ക് ഇത്രയും മാർക്ക് നേടാൻ പറ്റും, എക്സാമിൻ്റെ പാറ്റേൺ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സിലബസിൻ്റെ അപ്ഡേറ്റഡ് കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ കൂടി എയർഫോഴ്സ് Y ഗ്രൂപ്പിൻ്റെ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്കൊരു പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ടോട്ടൽ മാർക്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് നേടണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതനുസരിച്ച് മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അത്രയും മാർക്കിനടുത്ത് നിങ്ങളുടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മീഡിയം ലെവലുള്ള ഒരു കേഡറ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക, അതനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി 2026 0-2027 ഇൻടേക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന എയർഫോഴ്സ് വൈയുടെ എല്ലാ സിലബസും കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. സോ സെറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എയർഫോഴ്സ് Y ഗ്രൂപ്പിലേക്ക് സെലക്ഷൻ കിട്ടാൻ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തിരിക്കണം, മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ്, സിലബസ് എന്നീ കാര്യങ്ങളാണ്. എക്സാം ഡേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. സെപ്റ്റംബർ 22-നാണ് എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത്. 22-നും 23-നുമാണ് എക്സാം സ്റ്റാർട്ടാകുന്നത്. 22-ന് ചിലപ്പോൾ എക്സിൻ്റെ ആയിരിക്കും, 23-നായിരിക്കും വൈഡ്. ഇതേ രീതിയിലായിരിക്കും എക്സാം വരാൻ പോകുന്നത്. അപ്പോൾ കേഡറ്റ്സ്, നിങ്ങളുടെ കയ്യിൽ ടൈം വളരെ കുറവാണ്. നല്ലപോലെ പഠിച്ച് എല്ലാവരും മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് കട്ട് ഓഫ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് CBT എക്സാമിൻ്റെ ആണെങ്കിലും PSLൻ്റെ ആണെങ്കിലും എൻറോൾമെൻറ്റിൻ്റെ ആണെങ്കിലും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന CBTയുടെയും അതേപോലെ തന്നെ ചില ഇൻടേക്കിൻ്റെ PSLൻ്റെയും കട്ട് ഓഫ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കട്ട് ഓഫ് എന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം എത്ര മാർക്കിൻ്റെയാണ് എക്സാം. നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഏത് എക്സാമിന് എടുക്കുന്ന കേഡറ്റ് ആണെങ്കിലും ഈ ഒരു പോയിന്റ് എല്ലാവരും അറിഞ്ഞിരിക്കണം. ചില കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ബേസിക് കാര്യങ്ങൾ പോലും അറിഞ്ഞുകൂടാ. ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം, എന്ത് പഠിക്കണം, എന്തൊക്കെ പഠിക്കേണ്ട എന്നീ കാര്യങ്ങൾ പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത്. എത്ര മാർക്കിൻ്റെയാണ് എക്സാം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം എയർഫോഴ്സ് Xൻ്റെയും Yയുടെയും ബോത്ത് X ആൻഡ് Yയുടെയും ടോട്ടൽ സ്കോർ ഡിഫറൻ്റ് ആണ്. ഒരിടത്ത് 100 ആണെങ്കിൽ ഒരിടത്ത് 50 ആണ്, ഒരിടത്ത് 70 ആണ് എന്ന രീതിയിലാണ്, ഒരിടത്ത് 120 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സാം പാറ്റേണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എയർഫോഴ്സ് Y ഗ്രൂപ്പിൻ്റെ ഇംഗ്ലീഷിൽ നിന്ന് ടോട്ടൽ 20 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. റീസണിങ്ങിൽ നിന്നും GKയിൽ നിന്നും മാത്സിൽ നിന്നും മൂന്നിൽ കൂടിയും ടോട്ടൽ 30 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ടോട്ടൽ അവിടെ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? 50 ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 50 മാർക്സ് ലഭിക്കുന്നതായിരിക്കും. എക്സാം ടൈം 45 മിനിറ്റ്സ് ആണ്. 0.25 ആണ് നെഗറ്റീവ് മാർക്കിംഗ്. കേട്ടോ കുട്ടികളെ. അപ്പോൾ ഈ ഒരു എക്സാം പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. സെലക്ഷൻ പ്രോസസ്സിലെ ഫേസ് 1 ആണ് ഈ ഒരു ഓൺലൈൻ എക്സാം എന്ന് പറയുന്നത്. സ്റ്റേജ് 2ലെ പ്രോസസ്സ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ഈ സ്റ്റേജ് 1-ൽ നിങ്ങൾ എത്ര മാർക്കാണോ സ്കോർ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നോക്കാം ഫസ്റ്റ് സ്റ്റേജ് ക്വാളിഫൈ ചെയ്യാൻ എത്ര മാർക്ക് നേടിയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. കുട്ടികളെ, മുൻ വർഷങ്ങളിലെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ സെക്ഷണൽ കട്ട് ഓഫ് ക്രോസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. സെക്ഷണൽ കട്ട് ഓഫ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഒരു മിനിമം മാർക്കെങ്കിലും നേടിയിരിക്കണം. രാഗയിൽ നിങ്ങൾ 7.5 മാർക്സെങ്കിലും നേടിയിരിക്കണം. രാഗയുടെ ടോട്ടൽ മാർക്സ് എത്രയാണ്? 30 ആണ്. അതായത് 30 മാർക്കിൽ നിങ്ങൾ 7.5 മാർക്സെങ്കിലും നേടിയിരിക്കണം. ഇംഗ്ലീഷ് ടോട്ടൽ മാർക്ക് എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മിനിമം 5 മാർക്സെങ്കിലും നേടിയിരിക്കണം. 01/2027 ഇൻടേക്കിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെയും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സെക്ഷണൽ കട്ട് ഓഫ്. നോക്കൂ കുട്ടികളെ, മിനിമം ക്രൈറ്റീരിയ ഇംഗ്ലീഷിൻ്റെ 5, രാഗ 7.5. ഇത്രയും മാർക്ക് നിങ്ങൾ നേടിയില്ല എങ്കിൽ
നിങ്ങൾക്ക് കട്ട് ഓഫിനെക്കാട്ടും കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ ക്വാളിഫൈ ആവത്തില്ല. അതുകൊണ്ട് സെക്ഷണൽ കട്ട് ഓഫ് തീർച്ചയായിട്ടും നിങ്ങൾ ക്രോസ് ചെയ്തിരിക്കണം. ഈ ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ്. നോക്കൂ കുട്ടികളെ, 01/2025 കാര്യം പറയുകയാണെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ അപ്ഡേറ്റ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ എക്സാമിൻ്റെ മെയിൽ കേഡറ്റിന് 34.75 ആയിരുന്നു, ഫീമെയിൽ കേഡറ്റിന് 33 ആയിരുന്നു. ഇനി 02/2025 കാര്യം പറയുകയാണെങ്കിൽ മെയിലിൻ്റെ 34 ആയിരുന്നു, ഫീമെയിലിൻ്റെ 33 ആയിരുന്നു. PSC ലിസ്റ്റിൻ്റെ ആകുമ്പോൾ മെയിലിൻ്റെ 35.74, 36.36, 37.86, 36.25. ഇത് മുൻ വർഷങ്ങളിലെ ഇൻടേക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 01/2025 02/2025. ഇനി നമുക്ക് നോക്കാം 01/2026 ഇൻടേക്കിൻ്റെ കാര്യം നോക്കാം. Y ഗ്രൂപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യ PSL കട്ട് ഓഫ് ആണ് പറയാൻ പോകുന്നത്. റിട്ടേണിൻ്റെ കട്ട് ഓഫ് ആണ് 28.09. ആരുടെയാണ്? മെയിലിൻ്റെത്. ഫീമെയിലിൻ്റെത് 29.5 ആണ്. ഇനി 02/2026 കട്ട് ഓഫ് നോക്കൂ കുട്ടികളെ. ഓൾ ഇന്ത്യ ബേസ് കട്ട് ഓഫ് നോക്കുമ്പോൾ ഫീമെയിലിൻ്റെത് 25.48 ആണ്, മെയിലിൻ്റെത് 24.33 ആണ്. അപ്പോൾ നിങ്ങൾക്ക് 4 ഇൻടേക്കിൻ്റെ മനസ്സിലായി. ഇനി നമുക്ക് പ്രീവിയസ് ഇൻടേക്കിൻ്റെ നോക്കാം. അതായത് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ 01/2027 ഇൻടേക്കിൻ്റെ കട്ട് ഓഫ് എത്രയാണ് നോക്കൂ കുട്ടികളെ. ഇവിടെ എയർഫോഴ്സ് വൈയുടെ കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 21.89 ആണ്, 25.24 ആണ് ഇവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫാണ് ഇത്തവണ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫും ചില സമയങ്ങളിൽ ഓൾ ഇന്ത്യ വൈസ് കട്ട് ഓഫുമാണ് ഇന്ത്യൻ എയർഫോഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല, ഇതുവരെ അത് റിവീലും ചെയ്തിട്ടില്ല. നമുക്ക് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴും PSL ലിസ്റ്റ് വരുമ്പോഴും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോഴും അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്ക് കിട്ടിയ ആ ഒരു സെലക്ഷൻ ഏത് ബേസിലാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. സ്റ്റേറ്റ് വൈസ് എങ്കിൽ സ്റ്റേറ്റ് വൈസ് മെൻഷൻ ചെയ്യും, ഓൾ ഇന്ത്യ ബേസ് എങ്കിൽ അവർ ഓൾ ഇന്ത്യ ബേസിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ഓഫിൻ്റെ ഒരു അപ്ഡേറ്റ് മനസ്സിലായില്ല കുട്ടികളെ. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? മാക്സിമം വന്നിരിക്കുന്നത് 20 മാർക്സിനും അതുപോലെ തന്നെ 35 മാർക്സിനും ഇടയിലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി 50 മാർക്കിൽ എന്തായാലും എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 35നും അതേപോലെ തന്നെ 20ക്കും ഇടയിലായിരിക്കണം. ഇത് മിനിമം ആൻഡ് മാക്സിമം മാർക്കാണ് ഞാൻ പറഞ്ഞത്. സ്റ്റാർട്ടിങ്ങിൽ നോക്കിയപ്പോൾ നമ്മൾ അതായത് 2025 ഇൻടേക്കിൻ്റെ അപ്ഡേറ്റ് നോക്കിയപ്പോൾ 34, 33, പിന്നെ 24, പിന്നെ 27, പിന്നെ 21 ആ ഒരു അപ്ഡേറ്റിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ ലോ കോമ്പറ്റീഷൻ കാണാവുന്നതാണ്. എന്നും പറഞ്ഞ് നിങ്ങൾ ലോ കോമ്പറ്റീഷൻ എക്സ്പെക്റ്റ് ചെയ്യരുത്. നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. കട്ട് ഓഫ് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ് കുട്ടികളെ, ഇവിടെ ചില സമയങ്ങളിൽ അവർ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് മെൻഷൻ ചെയ്യും, ചില സമയങ്ങളിൽ അവർ ഓൾ ഇന്ത്യ വൈസ് കട്ട് ഓഫ് മെൻഷൻ ചെയ്യാറുണ്ട്. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇതുവരെ ഇന്ത്യൻ എയർഫോഴ്സ് പറഞ്ഞിട്ടില്ല. മനസ്സിലായി? ഇതിപ്പോൾ ലേറ്റസ്റ്റ് 2 or 3 ഇൻടേക്ക് ആയിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇതേ രീതിയിൽ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ എന്തായാലും ഇന്ത്യൻ എയർഫോഴ്സ് പറയുന്നതായിരിക്കും. അതിൻ്റെ അപ്ഡേറ്റ് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുട്ടികളെ, നിങ്ങളും എന്തായാലും നല്ലൊരു മാർക്ക് നേടണം എന്നനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പഠിച്ചു പോകേണ്ടത്. അല്ലാതെ 20 അല്ലെങ്കിൽ 15 ആ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാകരുത്. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഡയറക്ഷൻ മാത്രമാണ്. മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് മാത്രമാണ് ഇതിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ പറയത്തില്ല നിങ്ങൾ ഇത്രയും മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ നോക്കണമെന്ന്. പരമാവധി നിങ്ങൾ അതായത് മാക്സിമം 35+ നേടാൻ നോക്കണം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു 35+ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അതനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുൻ വർഷങ്ങളിലെ റിസൾട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി പറയുന്ന സിലബസ് അനുസരിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 35+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സിലബസ് അപ്ഡേറ്റ് കാര്യം പറയുകയാണെങ്കിൽ എയർഫോഴ്സ് വൈയുടെ കാര്യം പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ ഇത്രയും ചാപ്റ്റേഴ്സ് തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. എല്ലാ കുട്ടികളും സ്ക്രീൻഷോട്ട് എടുത്തിരിക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിക്കുന്നില്ല. ഇവിടെ ഇംഗ്ലീഷിൻ്റെ ഇതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇനി നമുക്ക് നോക്കാം ഫിസിക്സിൻ്റെ ഇതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക. എല്ലാ കുട്ടികളും സ്ക്രീൻഷോട്ട് എടുത്തല്ലോ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇതാണ്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബയോളജി, പൊളിറ്റി. എല്ലാ കുട്ടികളും സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോവുക. നെക്സ്റ്റ് ആണ് ജോഗ്രഫി, ഹിസ്റ്ററി, സ്റ്റാറ്റിസ്റ്റിക്സ്, GK. ഇതനുസരിച്ച് എല്ലാ കുട്ടികളും പഠിച്ച് മുന്നോട്ട് പോകണം. പിന്നെ മാത്സിൻ്റെ ഇത്രയും ടോപ്പിക് തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. രാഗയുടെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 30 മാർക്സ് ആണ്. എത്രയാണ്? 30 മാർക്സ് ആണ് രാഗയുടെ വെയിറ്റേജ്. മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ തന്നെ റീസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസണിങ് എന്ന സബ്ജക്റ്റ് രാഗയിലാണ് വരുന്നത്. ഇവിടെയും നല്ല വെയിറ്റേജ് ഉണ്ട്. 30 മാർക്സിൻ്റെ വെയിറ്റേജിനകത്താണ് ഈ റീസണിങ്ങും വരുന്നത്. ഈ 30 മാർക്സിൻ്റെ വെയിറ്റേജിലാണ് റീസണിങ്ങും വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 15 മാർക്സ് നിങ്ങൾക്ക് റീസണിങ്ങിൽ നിന്ന് നേടാൻ പറ്റുന്നതായിരിക്കും. ഫുൾ പോർഷൻ നിങ്ങൾ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇതേ രീതിയിലുള്ള സിലബസ് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും 35+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കുട്ടികളെ, ഇതനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.
ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റ്, ഫിസിക്കൽ ട്രെയിനിങ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. എക്സിൻ്റെ ഫീസ്, വൈയുടെ ഫീസ്, മെഡിക്കൽ അസിസ്റ്റൻറ്റ് 3 ട്രെയിനിങ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റേജ് 2 ഫിസിക്കൽ ട്രെയിനിങ്ങും ബാക്കി കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് സെപ്റ്റംബർ 22-നാണ്. ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്ത് മുന്നോട്ട് പോവുക. ടൈം ഒട്ടും നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. കുട്ടികളെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് കോളിംഗ് നമ്പറാണ്, ഇത് വാട്സപ്പ് നമ്പറാണ്. എല്ലാ കുട്ടികളും ഈ 2 ഫോൺ നമ്പർ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്ത് വെക്കണം. കാരണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യുക. ഈ ഒരു വാട്സപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. എയർഫോഴ്സ് വൈക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളിലും ഈ ഒരു വീഡിയോ എത്തിയിരിക്കണം. കാരണം അവർക്കൊരു റഫ് ഡയഗ്രാം കിട്ടുന്നതായിരിക്കും മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് എത്രയാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.